പൊളിയുമ്പോൾ നന്നാക്കും. പിന്നെ അതിനകത്ത് കൊണ്ട് വണ്ടി അടിച്ച് പ്ലേറ്റ് ഓടിക്കുന്നത് അവരവരെ ഉത്തരവാദിത്തം. ഞാൻ എന്റെ വണ്ടി ഏതായാലും അതിനകത്ത് ചാടിക്കില്ല. ഈ ഗട്ടറിൽ വീണത് സ്വന്തം റിസ്ക്കാണ്, സ്വന്തം ഉത്തരവാദിത്തമാണ്. ഇപ്പം ഈ റോഡ് ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് റോഡ് നന്നാക്കാതെ അതിൽ അശ്രദ്ധമായിട്ട് വീണത്. അപ്പോൾ ആ കുഴി അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ സംഭവം വീടില്ലല്ലോ. അപ്പോൾ അതെങ്ങനെ നമ്മളെ തെറ്റാവും. ശരി പോട്ടെ. ഇപ്പോൾ ഈ കണ്ണിക്കണ്ട മോഡിഫിക്കേഷൻ അത് എല്ലാത്തിനും ഫൈൻ അടയ്ക്ക് വാങ്ങുന്നില്ലേ? ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ആശയം എന്നുള്ള രീതിക്ക് ഞാൻ കാര്യം പറയട്ടെ. ഒരു വർഷത്തിൽ ഒരു 2 റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ ഒരു വീട്ടിൽ ഒരു വണ്ടി അല്ലെങ്കിൽ 2 വണ്ടി ഒരു വർഷത്തിൽ ഫുൾ സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ചെയ്യുന്ന സർവീസിനൊക്കെ എന്തിനു പറയുക, സബ്സിഡി. കാരണം എല്ലാവരും അത്ര റിച്ചായ ആൾക്കാരൊന്നുമല്ല. ഈ പാവപ്പെട്ടവർ മറ്റേ എന്താ പറയുക 10-20,000 ശമ്പളം വാങ്ങിയിട്ട് എന്തെങ്കിലും പറയുക അതിൻ്റെ ഒരു പകുതി വണ്ടിക്ക് ഈ റോട്ടിൽ കൂടെ പോയി കേട് വന്നിട്ട് കൊടുക്കാനേ ഉള്ളൂ. ഉള്ളിൽ വീണ് മരിക്കുന്നവർ വരാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നിശ്ചിത എമൗണ്ട്, അല്ലെങ്കിൽ ജീവനോയം വേറൊന്നും ആവില്ല, എന്നാലും ഒരു ഇത്. പിന്നെ ഹോസ്പിറ്റലിലായി കുഴിയിൽ വീണിട്ട് അതിനൊരു നിശ്ചിത ഇത്. ഇന്ന് ഈ റോഡ് റെഡിയാണ്, ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല, ഈ ഗട്ടറിൽ വീണിട്ട് ആർക്കും ഒരു ആപത്തും വരില്ല, അത്രയും പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പ് വരുമ്പോൾ ഈ ബില്ല് ക്യാൻസലാക്കിക്കോട്ടെ. ഓക്കെയാണ്, സെറ്റാണ്. അതിപ്പോൾ ഭരിക്കുന്നവർ എന്നെ മാറി വന്നിട്ട് ഭരിക്കുകയാണെങ്കിലും അല്ല ഇനി വേറെ ആൾക്കാർ ഭരിക്കുകയാണെങ്കിലും ഈ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ഇതൊരു ഒപ്പീനിയനാണ്. നടക്കൂല, എന്നാലും ഇതുപോലെ ഉപകാരമൊക്കെ ഉള്ള വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, ബൈ. പോലെ നിന്റെ കൈകൾ പാറട്ടെ, നിന്റെ കഴിവിനാൽ എതിരാളി തളരട്ടെ.